പറയണം. വേറെ ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. ഈസാ നബി ഖബറിന്റെ സമീപത്ത് വന്ന് വിളിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് വിളിക്കൽ ശിർക്കാണോ അല്ലേ? അത് ഈ ജനങ്ങളൊന്ന് പഠിക്കട്ടെ. അൽഹംദുലില്ലാഹ് ഇവിടെ ഇത് തീരുമാനമാവാൻ പോവാണ്. നിങ്ങൾ പറയൂ. കൊടുക്കും ഇതന്നെ പറയണം. വേറെ വിഷയം കേൾക്കണം. പറയണം. അത് തീർച്ചയായും പറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ പറയണം. രണ്ടാമെന്ന് പറയണം. ഈസാ നബി ചെയ്ത് ശിർക്കല്ല, ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ചോദിക്കാം. ഞങ്ങൾ പറയട്ടെ. ഈസാ നബി ചെയ്തത് പ്രത്യേക സാഹചര്യം മാത്രമല്ല, ആകാശത്തേക്ക് ഉയർത്തി ഈസാ നബി വരുമ്പോൾ ഒരുപാട് മൊയ്ജീസ് ചെയ്യുന്നു. അത് വിളിയുടെ ഭാഗം നിങ്ങൾ ചെയ്യുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ, മൊയ്ജീസെ കാക്കനെ രക്ഷിക്കണം എന്നുള്ള വിളി പ്രാർത്ഥന. ഇത് കൗമിനെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഈസാ നബി വരുമ്പോൾ ചെയ്യുന്ന മൊയ്ജീസ് തെളിവായിട്ട് നിങ്ങൾ കൗമിനെ കൊണ്ട് ചുറ്റും ചെയ്യിക്കുന്ന തെളിവ് കണ്ടെത്തുന്നു. അതിന് ശരിക്കും അള്ളാഹുക്ക് മുഴുവൻ ആളുണ്ടാവും. പക്ഷെ നിങ്ങൾ നാളെ മാറും സാറേ. നിങ്ങൾ മാറി ഒരുപാട് കൂടി കളിച്ച് മണ്ണുമായി കണ്ണം തോയർന്നാൽ 10-100 ആൾക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കാവുമ്പ മനസ്സിലാവില്ല. ഈ കാവുമ്പ ഇപ്പോഴും അമ്പത്തെ തങ്ങളെ കാക്കണേ, ഞങ്ങൾ കുട്ടിനെ തരണേ, ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ സ്വർഗത്തിലാക്കണേ, നരകത്തിൽ രക്ഷപ്പെടുത്തുന്നൊക്കെ തേടാണ് ഈ കാവുകൾ. ഈ മരിച്ചോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈസാ നബിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കാവിനെ പറ്റിച്ചോളൂ. പക്ഷെ അതിങ്ങൾ നിർത്തും. നിങ്ങൾ തിരുത്തും. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ ഈ ചോദ്യത്തിന് മറുപടികൾ പറയില്ല. രണ്ടാമത്തെ ചോദ്യം ഞങ്ങളുടെ ചോദ്യം നിങ്ങൾ ഇതിന് മറുപടി പറയും. നിങ്ങൾ പറയാൻ നിങ്ങൾ പ്രാർത്ഥനയല്ല, അത് തപസ്സുര ഇസ്തിഹാസനൊക്കെ പറഞ്ഞു. ഈസാ നബി ഇറങ്ങി വരുമ്പോ പറയുന്ന സംഭവം എല്ലാവരും പറയാം. നിങ്ങൾ ആയിരക്കണക്കിന് ചോദ്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ആ ഒരു ചോദ്യത്തിന് വേണം അന്ന് പിടിച്ചത് ഇന്ന് വരെ പറഞ്ഞത്. പക്ഷെ ഈ വരാൻ പോകുന്ന ഈസാ നബിയുടെ ഈ ഒരു വിളി നബിസല്ലാസ്ലത്ത് ഒരുപാട് കുറിച്ചിട്ട് പറഞ്ഞതിന്റെ പേരിൽ രാഷ്ട്ര പറയുന്ന ഈ വിളി സമയം ഏതെങ്കിലും ഒരു സ്വാധി മരിച്ചവരോട് തേടാനും മരിച്ചവരോട് പ്രാർത്ഥിക്കാനും നിങ്ങൾ ഞങ്ങൾ കാര്യം സാധിക്കുന്നത് പറഞ്ഞിട്ടില്ല ഒന്ന്. അപ്പൊ നിങ്ങൾ ഇത് സമ്മതിക്കില്ല. വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. അതാണ് സദസ്സിന്റെ ആവശ്യം. ഞാനത് പരിഗണിക്കും. ഞാൻ ഇപ്പൊ കൂടുതലൊന്നും പറയും. ഇവിടെ ഒറ്റ വിഷയം കിട്ടിയാൽ മതി. മരിച്ചോരെ വിളിക്കാൻ പറ്റൂല എന്ന് കിട്ടിയാൽ തന്നെ നമ്മളെ മുഖാമുഖം മുതലായി. കൂടുതൽ കിട്ടേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് ഞാൻ പറഞ്ഞു. ഇനി എന്താ അയാൾ പറഞ്ഞ 2 വിഷയം ഞാൻ ഊതി പറയും. ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ഒന്ന് അയാൾ പറഞ്ഞത് എന്താണ് മുഹ്യിദ്ദീൻ ശൈഖിനോടൊക്കെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ തെളിവാകുക. ഞാൻ പറയുന്നു അതെന്നെ ഞങ്ങൾ ഈ പറയുന്നു. മരിച്ചുപോയ ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബിതങ്ങളെ ഖബറിന്റെ സമീപത്ത് ഈസാ നബി വിളിക്കാൻ ജീവിച്ചിരിക്കുന്ന നബിനോടല്ല വിളിക്കുന്നത്, വഫാത്തായ നബിയോടാ. ഇനി ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് പറയാം. റൂഹുൽ മഹാനി എന്ന് പറഞ്ഞൊരു തഫ്സീറുണ്ട്. അത് ആരാ എഴുതിയെന്ന് പറയാം? അല്ലാമ ആലൂസി, മുജാഹിദിന്റെ നേതാവാണ്. ആ ആലൂസി നമ്മൾ ഉദ്ധരിച്ച അതേ ഹദീസ് അദ്ദേഹത്തിന്റെ റൂഹുൽ മഹാനിയിൽ എടുത്തുദ്ധരിച്ചു പറയുന്നു, ഇത് ഈസാ നബി റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ സമീപത്ത് വന്ന് സഹായം തേടാകുന്നു. ഏത് പണ്ഡിതനാണെന്ന് ചോദിക്കണ്ട, ഒക്കെ കൃത്യാണ്. ആലിമുസി തന്നെ പറയാണ്, റൂഹുൽ മഹാനിയിലാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ സമീപത്ത് വന്ന് നബിതങ്ങൾ സഹായം തേടാണ് ഈസാ നബി നബിതങ്ങളോട്. പിന്നെ ഉപരി അടക്കം ഒരു കാര്യം പറഞ്ഞത്, നിങ്ങളും കുറച്ച് കഴിഞ്ഞാൽ മാറും, അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. ഇല്ല, ഞങ്ങൾ ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ മാറി എന്ന് പറഞ്ഞല്ലോ സുഹൃത്തെ. മാറി എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? ഞങ്ങളെ പ്രസ്ഥാനത്തിൽ വന്നിട്ട് യാതൊരു ബോധമില്ലാത്ത കുറച്ച് ടീമുണ്ടായിരുന്നു. അതാണ് സത്യം. ഞാൻ ഒറ്റ ഉദാഹരണം കാണിച്ചത്. മാറി അയാൾ പറഞ്ഞത് കൊണ്ട് നമ്മളൊരൊറ്റ ഉദാഹരണം. മാറിപ്പോയ മലപ്പുറം ജില്ലയിലെ ഹമീദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ശ്രദ്ധിച്ചോട്ടോ. അയാൾ ഇന്ന് KNMന്റെ നേതാവാണ്. ഇസ്ലാഹി പ്രഭാഷണ രംഗത്ത് മലപ്പുറം ജില്ലയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ആളാണ്. ഇയാള് ഈ അടുത്ത് ഈ റബീഉൽ ഉണ്ടായ സംഭവം എന്തുകൊണ്ട് മാറുന്നു? ഒരു ബോധമില്ലാത്തതുകൊണ്ടാണ് ഇവർ മാറുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാം. തീരെ ബോധമല്ല. എന്തുകൊണ്ട്? ഈ മനുഷ്യണ്ടല്ലോ, ഇയാൾ ഞാൻ ഒരുപാട് കാലം മുസ്ലിയാരായി എന്ന് പറഞ്ഞ് മാറിയ ആള് ഈ റബീഉൽ മങ്കൂസ് മൗലിദിനെതിരെ സംസാരിക്കാൻ മതി. നിങ്ങൾ ശ്രദ്ധിക്കണം. മങ്കൂസ് മൗലിദിനെതിരെ സംസാരിക്കാൻ വന്നപ്പോ ഇയാൾക്ക് ആദ്യം തന്നെ മങ്കൂസ് മൗലിദിന്റെ കുരുത്തക്കേടാൻ തട്ടി. അതെങ്ങനെ അറിയോ? മങ്കൂസ് മൗലിദിന്റെ ഒരു വരി, അതിന്റെ അർത്ഥം നൂഹ് നബി റസൂലുള്ളാഹിനോട് സഹായം തേടി. എല്ലായിടത്തും തെളിവുള്ളതാണ്, ഞാൻ പറയുന്നില്ല. അപ്പോ ഈ സഹായം തേടി എന്ന് പറഞ്ഞ മൂപ്പർക്ക് മനസ്സിലായില്ല. അപ്പൊ ഇയാൾ പറയാണ്, കണ്ടോ മങ്കൂസ് മൗലിദിൽ പറയുന്നു റസൂലുള്ളാഹി തങ്ങള് റസൂലുള്ളാഹി തങ്ങളോട് നൂഹ് നബി സഹായം തേടി. അത് മങ്കൂസ് മൗലിദിൽ മാത്രമുള്ളതൊന്നല്ല. നമ്മളെ മൗലിദുൽ അറൂസിന്റെ അടുക്ക് 5ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ മൗലിദ്, ഇതൊക്കെ കാരണങ്ങള് 5ാം നൂറ്റാണ്ടിൽ
ആരാണ്ടാക്കിയത്? ഇബ്നുൽ ജൗസി, വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പാടിയ പാട്ട് കേട്ടോ, എന്താ പറഞ്ഞത്? വകദാക നൂഹുൻ ഫിസ്സഫീനതി ഖദ് നജാ ബിമുഹമ്മദിൻ ഫസ്അൽ ബിദാക ഖബീറാ. ആനായ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം തേടി. ഇതെല്ലാരും പറഞ്ഞതാ. പക്ഷെ ഇയാൾ പറഞ്ഞത് ഖുർആനെതിരാണ്. മങ്കൂസ് മൗലിദിലുള്ളത് ഖുർആനെതിരാണ്. പക്ഷെ ഇയാൾ പറഞ്ഞു തുടങ്ങുന്നതിനെ പെട്ടു. ഇയാൾ പറയാണ് ലൂത്ത് നബിന്റെ കാലത്ത് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ. ലൂത്ത് നബിന്റെ കാലത്തല്ല വെള്ളപ്പൊക്കം ഉണ്ടായത്, നമ്മൾക്കൊക്കെ ആരുടെ കാലത്താണ്? നൂഹ് നബിന്റെ കാലത്താണ്. പക്ഷെ ഇയാൾ പറഞ്ഞു തുടങ്ങുന്നതിന് എങ്ങനെയാണ്? ലൂത്ത് നബിയുടെ കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അപ്പൊ നമ്മൾ വിചാരിച്ചു തെറ്റിപ്പോയതാണ്. അല്ല, ഇയാൾ അർത്ഥം വെക്കാണ് ലൂത്ത് നബിയെ നമ്മൾ രക്ഷപ്പെടുത്തി, കപ്പലിലുള്ളവരെയും ഞങ്ങൾ രക്ഷപ്പെടുത്തി. അവ ബാക്കുന്ന ഒരാൾ തോണ്ടി മുലവി, അതെ ലൂത്ത് നബിയിലിട്ട് നൂഹ് നബിയാണ് എല്ലാം പറഞ്ഞു കാണാൻ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇയാൾ പറയാം, അതെ ലൂത്ത് നബിയിലിട്ട് നൂഹ് നബിയാണ്. ഉടനെ തന്നെ അല്ലേ അത് ലൂത്ത് നബി തന്നെയാണ്. പറഞ്ഞു കൊടുത്തിട്ടും വിശ്വസിക്കണില്ല, എത്ര പറഞ്ഞിട്ടും സ്വീകരിക്കില്ല. ലൂത്ത് നബി തന്നെ. ഇയാളായി പിന്നെ ഇയാൾ പെടുന്നത് എവിടെയാണ്? നിങ്ങൾക്ക് മങ്കൂസ് മൗലിദിന്റെ അടുത്ത് അത് എതിർക്കാനപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. അതിലിങ്ങനെ വായിച്ചു റസൂലിനോട് സഹായം തേടി നൂഹ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നത് എന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെ നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തില് വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. ഉസ്താദന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനതി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ, വസ്തഗാസ ബിഹി